കൊല്ലം ജില്ലയിലും SIR-ന്റെ ഭാഗമായിട്ടുള്ള വിവരശേഖരണം ആരംഭിച്ചിട്ടുണ്ട്. കളക്ടർ തന്നെ നേരിട്ടെത്തിയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ജില്ലയിലെ മറ്റ് BLO-മാരെല്ലാം അവർക്ക് നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലെ വീടുകളെല്ലാം കയറി അത് സന്ദർശനം നടത്തും. ആദ്യം തന്നെ എത്തിയത് TKM ഗ്രൂപ്പ് ചെയർമാന്റെ വീട്ടിൽ കളക്ടർ തന്നെ നേരിട്ടെത്തി BLO-യുടെ സാന്നിധ്യത്തിൽ ആ ഫോം നൽകുകയും ഒപ്പം കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യമെല്ലാം വിശദീകരിച്ച് നൽകിയതിനു ശേഷമാണ് മടങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഒരു മാസം സമയമുണ്ട്. അതുകൊണ്ട് വളരെ ക്ഷമയോടുകൂടെ കാര്യങ്ങളെല്ലാം കൃത്യമായി അത് പൂരിപ്പിച്ച് നൽകിയാൽ മതി എന്നുള്ള ഒരു വിവരം തന്നെ നൽകിയിട്ടുള്ളത്. BLO നമ്മോടൊപ്പം ചേരുകയാണ്. അപ്പോൾ ഔദ്യോഗികമായിട്ട് കളക്ടർ എത്തി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് മുന്നിലേക്കുള്ള മറ്റു വീടുകളിലേക്ക് പോകണം? എങ്ങനെയാണ് ഇനി നമുക്ക് എന്യൂമറേഷൻ ഫോംസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഓരോ വീട്ടിലും കയറി നമുക്ക് കൊടുക്കും. ഇതെങ്ങനെ ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളതും നമ്മൾ ഓരോരുത്തർക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അതിന് ഇതെല്ലാം ഒരു മാസത്തിനുള്ളിൽ ചെയ്തു തീർക്കണം എന്നാണ് നമുക്ക് കിട്ടിയേക്കുന്ന ഇൻഫർമേഷൻ. അപ്പം എല്ലാ വോട്ടർമാരും നമ്മളോട് സഹകരിക്കണം എന്നാണ് പറയാനുള്ളത്. പ്രായമായ ആളുകളൊക്കെ ഉണ്ടാകും, അപ്പോൾ അവരെയൊക്കെ നമ്മൾ തന്നെ സഹായിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമ്മുടെ അതിൽ ഡീറ്റെയിൽസ് ഏറെ കുറെയൊക്കെ ഉണ്ട്. അപ്പം ആർക്ക് സഹായം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ BLO-മാര് തന്നെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ആളുകൾക്കൊരു സംശയം, ഇത് പെട്ടെന്ന് അവസാനിപ്പിക്കുമോ എന്നുള്ളതാണ്. ഒരു മാസം സമയമുണ്ടെന്നില്ല, എങ്ങനെയാണ് അതിന്റെ ഒരു പ്രൊസീജിയർ വരുന്നത്? ഒരു മാസം നമ്മൾ ആദ്യമേ ഒരു എന്യൂമറേഷൻ ഫോം കൊടുക്കും. അവർക്ക് ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. എന്നിട്ട് നമ്മളൊരു ഫോം നമ്മൾ തിരിച്ച് കളക്ട് ചെയ്ത് വെക്കും. അതാണ് മെയിനായിട്ട് ആദ്യമേ ഇപ്പം നടക്കുന്നത്. അപ്പോ ആളുകൾക്ക് ഈ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവായി പോകുന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട. കൃത്യമായ രേഖകൾ എന്തൊക്കെയാണ് അവർ കയ്യിൽ സൂക്ഷിക്കേണ്ട രേഖകൾ? ഞങ്ങൾ BLO-മാര് വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇപ്പം രേഖകളൊന്നും ആവശ്യപ്പെടുന്നില്ല. ഒരു രേഖയും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. നിങ്ങളുടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഡീറ്റെയിൽസ്, വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ഡീറ്റെയിൽസ് മാത്രമേ നമ്മളിപ്പോൾ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ അതാണ് ആദ്യഘട്ടത്തിൽ ഈ രേഖകൾ എല്ലാം ഒന്നും കയ്യിൽ വച്ചേക്കണ്ട. പക്ഷേ എന്തെങ്കിലും ഒരു ഹിയറിംഗിന്റെ ആവശ്യം മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രമായിരിക്കും ആ കാര്യങ്ങൾ വരേണ്ടത്. ഒരു കാര്യം പ്രധാനമായും ശ്രദ്ധിക്കുക, ആരെയും ഒഴിവാക്കാൻ വേണ്ടിയല്ല ഈ പരിഷ്കരണം നടത്തുന്നത്. ആളുകൾ ആശങ്കയൊന്നും പെടാതെ BLO-മാർ വരുന്ന സമയത്ത് കൃത്യമായി അവരോട് സഹകരിക്കുക. എന്തൊക്കെയാണ് അവർ ചോദിക്കുന്ന കാര്യങ്ങൾ നൽകുക. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അത് കൃത്യമായി ചോദിക്കാം. ഡിസംബർ 4 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പോൾ അതിനുള്ളിൽ കൃത്യമായി രേഖകൾ പൂരിപ്പിച്ച് BLO-മാർ തന്നെ ഒരുപക്ഷെ നേരിട്ട് ഇത് കളക്ട് ചെയ്യുമ്പോൾ അത് നൽകുക. അതിനുശേഷമായിരിക്കും രേഖകൾ എന്തെങ്കിലും വീണ്ടും പരിശോധനയ്ക്ക് ആവശ്യം വരിക. എന്തായാലും ഇന്ന് ആരംഭിച്ചിരിക്കുന്ന ഒരു യജ്ഞം കൊല്ലം ജില്ലയിൽ ഇന്ന് ആരംഭിച്ചിരിക്കുന്നു. മറ്റു ജില്ലകളിലെല്ലാം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായും ഇതിനോട് സഹകരിക്കുക എന്നുള്ളത് തന്നെയാണ് അല്പസമയം മുൻപ് ജില്ലാ കളക്ടറും നമ്മോട് പറഞ്ഞിരിക്കുന്നത്. കൊല്ലത്ത് നിന്ന് രതീഷ് മാടമ്പിശ്ശേരിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.